ഹായ്. ഈ ഹായ്ക്ക് ഒരു 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. കാരണം 2020 എന്ന് വെച്ചാൽ 5 വർഷം മുന്നാണ് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ഇടുന്നത്. അതായത് കോവിഡ് സമയത്ത് ആ ഒറ്റ വീഡിയോയ്ക്ക് 50,000 വ്യൂസ് വരെ കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ ഇടാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയാൻ അന്ന് കോവിഡ് സമയമായിരുന്നു. അപ്പോൾ ഒരുപാട് വീട്ടമ്മമാര് വീട്ടിലിരുന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുറത്തൊരു ജോലി ചെയ്യാൻ പറ്റാതെ ഭയങ്കര ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള 10 ബിസിനസ് എന്ന് പറഞ്ഞ ആ വീഡിയോ ഇട്ടത്. അതിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ബിസിനസ്സുകൾ ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷെ ആ 5 വർഷത്തിനിടയിൽ എന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. എനിക്ക് പിന്നെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. 5 വർഷത്തിന് ശേഷം ഈ ചാനലിൽ വീണ്ടും വീഡിയോ ഇടണമെന്ന് ഞാൻ ചിന്തിക്കാനുള്ള പ്രധാന കാരണം കൊണ്ടോട്ടി സ്വദേശിയായ ഒരു ഷഹാന മുഹമ്മദ് എന്നുള്ള ഒരു നവവധു ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അപ്പൊ എന്നെ ആ വാർത്ത വല്ലാതെ വിഷമിപ്പിച്ചു കളഞ്ഞു. കാരണം ഇതുപോലുള്ള ആത്മഹത്യകൾ ഇത് തുടർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീട്ടമ്മമാരും പെൺകുട്ടികളും ഈ മാനസിക സമ്മർദ്ദം വീട്ടിൽ അനുഭവിക്കുന്നെന്ന് വാർത്തകളിലൂടെയും അല്ലാതെ നമ്മൾ അറിയുന്നുണ്ട്. ഇതിന്റെ എല്ലാം പ്രധാന റീസൺ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് എന്ത് സൊല്യൂഷൻ കാണാൻ പറ്റുന്നുള്ളതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ എന്റേതായിട്ടുള്ള റിസർച്ചിൽ ഞാൻ അറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത സെൽഫ് കോൺഫിഡൻസും അവരെ സ്വയം പര്യാപ്തരാക്കാത്തതിലുള്ള ബലഹീനതയും സാമ്പത്തിക പിന്നോക്കത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന അവഹേളനകളും നിസ്സഹായതയുമാണ് അവരെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നോക്കൂ, നമ്മുടെ മക്കളെ ആണെങ്കിലും അതൊരു പ്രത്യേകിച്ച് ഒരു പെൺകുച്ചാണെങ്കിൽ അവരെ സ്വയം പര്യാപ്തരാക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ്. അവർ തന്റെ ഇടത്തോടെ സ്വന്തം കാലി ജീവിച്ച് ആത്മാഭിമാനത്തോടെ ഈ ലോകത്തില് സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. വിദ്യാഭ്യാസം, വസ്ത്രം, ആഹാരം, അതിനുപരി നമ്മൾ അവർക്ക് സെൽഫ് കോൺഫിഡൻസും അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്കുള്ള ലക്ഷ്യത്തിലേക്ക് എത്തേണ്ട മാർഗങ്ങൾ നമ്മൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കണം. അത് പെൺമക്കൾക്ക് മാത്രമല്ല, ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, എൻകറേജ് ചെയ്യാൻ ആരുമില്ല. അപ്പൊ ഈ പറഞ്ഞ സ്വന്തം കാലിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടെ സ്വന്തം സാമ്പത്തികത്തിൽ ജീവിക്കാൻ അവർക്കൊരു വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവരുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ മാർഗം. അവരെ അതിലെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ അതിൽ നിന്നും വളർത്തിയെടുക്കുക. ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഗെയിം കളിക്കുക, ഇതൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു മോശമായ കാര്യമാണ്. ഇതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് അവരുടേതായിട്ടുള്ള മേഖല അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ആ വഴിക്ക് തന്നെ എൻകറേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം അവരുടെ കഴിവ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരുപാട് വഴികളുണ്ട്. ആദ്യം അവർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക. ഇപ്പം നന്നായിട്ട് കഥ പറയുന്ന കുട്ടികളുണ്ടാവും, ക്ലാസ്സിലാണെങ്കിലും പ്രസംഗം അല്ലെങ്കിൽ സ്റ്റേജിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അവരെ ഡെയിലി മോട്ടിവേറ്റ് ചെയ്ത് ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഈ കഥകളും സ്ക്രിപ്റ്റുകളും എഴുതി കൊടുത്ത് അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കുക. നന്നായി പാട്ട് പാടുന്ന കുട്ടിയാണെങ്കിൽ അവരുടെ പേജിൽ ഒരു ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എടുത്ത് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇട്ട് റീച്ച് ആക്കി കൊടുക്കുക. അവരൊരു പ്രായം എത്തുമ്പോൾ അവർക്കുള്ള വരുമാനം അവർ അതിൽ തന്നെ കണ്ടെത്തി. ഇപ്പോഴത്തുള്ള സോഷ്യൽ മീഡിയ എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ബിസിനസ് മാർഗം തന്നെയാണ്. ഇപ്പോഴത്തുള്ള സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, അതൊന്നും ഒരിക്കലും മോശമായ കാര്യങ്ങളല്ല. അവർക്ക് ഇതിന്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഉറപ്പായിട്ടും അതൊരു ജീവിത മാർഗവും വരുമാനമായി മാറും. സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി നമ്മുടെ വളർന്നു വരുന്ന തലമുറകളിലെ അതിന്റെ പോസിറ്റീവ് വശങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാന്ന് ചിന്തിച്ച് തുടങ്ങണം. നിങ്ങൾ തുടങ്ങേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു. അതുപോലുള്ള സാധ്യതകൾ നമുക്ക് മുന്നിൽ ഉണ്ടാവുമ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് വെച്ച് നമ്മൾ ചുരുങ്ങിയൊരു ജീവിതത്തിലേക്ക് പോകുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളും ആത്മഹത്യകളും കൂടുന്നത്. നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകളെ തിരിച്ചറിയുക, അതിനെ എന്നും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, സ്വയം പര്യാപ്തരായ ആത്മാഭിമാനത്തോട് സ്വന്തം കാലിൽ ജീവിച്ച് ജീവിതം ആസ്വദിക്കുക. ഇപ്പൊ ഒരുപാട് മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അവരെ ഒരിക്കലും പിന്നോട്ടല്ല വലിക്കേണ്ടത്. അവരെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറയാ. അത് ഡെയിലി ഒരു വീഡിയോ ആയിട്ട് എടുക്കുക. അതിനെ നമുക്ക് സെൽഫ് മാർക്കറ്റിംഗ് ചെയ്ത് അവർക്ക് തന്നെ ഒരു ജീവിത വരുമാന മാർഗം നമുക്ക് അതിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഈ മേക്കപ്പ് എന്ന് പറയുമ്പോൾ മേക്കപ്പ് മാത്രമല്ല, അവരുടെ കഴിവിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ കോഴ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയം തന്നെയാണെങ്കിലും നമുക്ക് കോഴ്സ് പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓഫ്ലൈനിലും ഓൺലൈനിലും ഉണ്ട്. അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള കോഴ്സുകളിലേക്ക് എത്തിക്കുക, അതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തുക. ഭാവിയിൽ അവർക്കൊരു സലൂണെങ്കിലും സ്വന്തമായിട്ട് നടത്തിയിട്ട് ജീവിക്കാൻ സാധിക്കും. സലൂണിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ എന്നും സീസണാണ്. അതിന് സീസണോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അവരെ വ്യത്യസ്ത മേഖലകളിലോട്ട് എത്തിക്കുക. വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഡെയിലി കാണിച്ചു കൊടുക്കുക. അത് ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം ഇത് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് അവരെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡെയിലി റെക്കോർഡ് ചെയ്ത് അതിന് കൺസിസ്റ്റൻസി ആയിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ട് അവർക്കായിട്ടുള്ള ഒരു റീച്ച് ഉണ്ടാക്കി കൊടുക്കുക. അവർ അതിലൂടെ ജീവിച്ചോളൂ. അതുപോലെ സ്റ്റിച്ചിങ് ആൻഡ് ആൾട്ടർനേഷൻ എന്നുള്ളൊരു വിഭാഗമുണ്ട്.
സ്റ്റിച്ചിങ് എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും ഈ തുണി വെക്കുന്നത് മാത്രമല്ല സ്റ്റിച്ചിങ്. ഈ കർട്ടൻസ്, സോഫയ്ക്കുള്ളത്, അതുപോലെ ബെഡ്, കുഷ്യൻസ്, ഇതിനൊക്കെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തു കൊടുത്താൽ പുറത്തുനിന്നുള്ള ഓർഡറുകൾ വരും. ഇപ്പം സാധാരണ വീട്ടിൽ കസ്റ്റമൈസ് ചെയ്ത ഒരു ഫർണിച്ചറിന് കടയിൽ പോയിട്ട് നമ്മളൊരു ടേബിളിന് അല്ലെങ്കിൽ ഒരു സോഫയ്ക്ക് ഷീറ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അളവ് മാത്രമേ കിട്ടുള്ളൂ. അവർ ഉദ്ദേശിച്ച കണക്കിന് ഒരു അളവ് കിട്ടില്ല. അപ്പം ഇത് നമ്മുടെ വീട്ടിൽ ചെയ്തു കൊടുത്താൽ, ഇപ്പം സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇത് എൻകറേജ് ചെയ്തു, ഇതിന്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളെല്ലാം ചെയ്ത് അവരെ ഈ ബിസിനസ്സിൽ വളർത്തിയെടുത്താൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഐഡിയകൾ ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബിസിനസിനെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെയുള്ള ചെറിയ ചെറിയ ഐഡിയകൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. നമ്മൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പം പണ്ട് ജീവിച്ച ഒരു സാഹചര്യമല്ല ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നത് കൊണ്ട് എത്ര നെഗറ്റീവ് ഉണ്ടോ അതിന്റെ എല്ലാം ഒരുപാട് 10 മടങ്ങ് ഓപ്പർച്യൂണിറ്റീസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പം റീൽസ് കാണുന്നതിനുപരി ഒരുപാട് കസ്റ്റമേഴ്സിന്റെ ഒരു ഫ്ലോ തന്നെ സോഷ്യൽ മീഡിയസിൽ വരുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത്. ഇതുപോലുള്ള ഐഡിയകൾക്കും ബിസിനസ് പരമായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാൻ സാധിക്കും.